സുബ്ഹാനല്ലാഹ് തവസ്സുലും ഇസ്തിഗാസയും ചെയ്താൽ അവൻ മുശ്രിക്കാണ്, കാഫിറാണെന്ന് പറഞ്ഞിട്ട് മുഖ്യധാരാ മുസ്ലിമീങ്ങളെ ഇസ്ലാമിന്റെ പുറത്തുള്ള കാഫിറാണ് എന്ന് പറയുന്നത് പുത്തനാശയമാണ്. ബിദ്അത്തിന്റെ ആശയക്കാരായ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ചും അതുപോലെ മുജാഹിദിനെ സംബന്ധിച്ചുമൊക്കെ നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദ്യത്തെ 40 ആലിമീങ്ങളിൽപ്പെട്ട ബഹുമാനപ്പെട്ട ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവറുകൾ, അതുപോലെ ചാലിയത്ത് അഹ്മദ് കോയ മുസ്ലിയാർ അവറുകൾ, അങ്ങനെ തുടങ്ങി അതേ പാനായിക്കുളം ഉസ്താദ് അവറുകൾ, അങ്ങനെ തുടങ്ങി വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ അവറുകൾ, അങ്ങനെയുള്ള വലിയ വലിയ ആലിമീങ്ങൾ ഇരുന്ന് അവരുമായി യാതൊരു ബന്ധവും മുസ്ലിമീങ്ങൾക്ക് പാടില്ല, അവർ ബിദ്അത്തുകാരാണ് എന്ന് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് അവരിവിടെ പെരിന്തൽമണ്ണയിൽ യോഗം ചേർന്ന് പ്രഖ്യാപിച്ചതൊക്കെ പഴയ കാലത്ത് ഞാൻ ഒരുപാട് വായിച്ചു കേൾപ്പിച്ചതാണ്. എന്നാൽ ഇപ്പൊ വായിക്കുന്നത് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. ആ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ അൽ ഗുന്യത്തു ലിതാലിബി തരീഖൽ ഹഖ് എന്ന കിതാബാണ്. ഈ കിതാബിൽ മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എന്താണ് പറയുന്നത്? അവിടുന്ന് പറയുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ളവർ ലഅനത്തുള്ളവരാണ്. അവിടുന്ന് പറയാണ് വഖദ് ലഅന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഅനത്ത് ചെയ്തിരിക്കുന്നു, ശപിച്ചിരിക്കുന്നു അൽ മുബ്തദിഅ, സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ളവരെ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മൻ അഹ്ദസ ഹദസൻ, വല്ലവനും ഒരു പുത്തനാശയക്കാരനായാൽ, അതേ റസൂലുള്ളാഹിന്റെ ശരീരം ജീർണിച്ച് നശിച്ചു എന്ന് പറഞ്ഞാൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മറ്റുള്ള മനുഷ്യരെ പോലെ ഒരു മനുഷ്യൻ മാത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ, അതേ നബി സല്ലല്ലാഹുവിന്റെ മഹത്വം അതേ ഇല്ലാതെയാക്കി സംസാരിച്ചാൽ, അല്ലാഹുവിന്റെ റസൂല് വളരെ വ്യക്തമായി അതേ അവിടുത്തെ ഹദീസിൽ തങ്ങന്മാരെ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കണമെന്നും ബഹുമാനിക്കണമെന്നും പഠിപ്പിച്ചപ്പോ നബി തങ്ങളുടെ മകനാണെന്ന് മകളെ മകനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തപ്പോ, ഇനിയും നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഹദീസുകളിൽ പറഞ്ഞു. അതിന്റെ പുറമെ ഖുർആനിൽ അല്ലാഹു പറയാണ്, ഖുല്ലാ അസ്അലുകും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ, പറയൂ നബിയേ, ഒരു പ്രതിഫലവും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ, എന്റെ കുടുംബത്തെ സ്നേഹിക്കണം എന്നത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഇങ്ങനെ ഖുർആൻ തന്നെ പഠിപ്പിക്കുമ്പോ അതൊക്കെ ഉച്ച നീചത്വമാണ് എന്ന് യാതൊരു മടിയും കൂടാതെ എഴുതിയ പ്രബോധനത്തിന്റെ ആളുകളായ ജമാഅത്ത് ഇസ്ലാമി, ആ ജമാഅത്ത് ഇസ്ലാമിക്കാർ എങ്ങനെ തങ്ങന്മാരെ ഉദ്ഘാടനത്തിന് കൊണ്ടുപോകുന്നത്, എങ്ങനെ അവർ തങ്ങന്മാരെന്ന് പറഞ്ഞിട്ട് ആളുകളെ മുന്നിൽ പ്രചരിപ്പിക്കുന്നത്, അത് ഉച്ച നീചത്വമാണെന്നല്ലേ ആ ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയം. ഇനി നിങ്ങൾ നോക്കൂ, അങ്ങനെയുള്ള ഈ ബിദ്അത്തിന്റെ ആശയക്കാരായ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ചും അതുപോലെ മുജാഹിദിനെ സംബന്ധിച്ചുമൊക്കെ നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദ്യത്തെ 40 ആലിമീങ്ങളിൽപ്പെട്ട ബഹുമാനപ്പെട്ട ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവറുകൾ, അതുപോലെ ചാലിയത്ത് അഹ്മദ് കോയ മുസ്ലിയാർ അവറുകൾ, അങ്ങനെ തുടങ്ങി അതേ പാനായിക്കുളം ഉസ്താദ് അവറുകൾ, അങ്ങനെ തുടങ്ങി വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ അവറുകൾ, അങ്ങനെയുള്ള വലിയ വലിയ ആലിമീങ്ങൾ ഇരുന്ന് അവരുമായി യാതൊരു ബന്ധവും മുസ്ലിമീങ്ങൾക്ക് പാടില്ല, അവർ ബിദ്അത്തുകാരാണ് എന്ന് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് അവരിവിടെ പെരിന്തൽമണ്ണയിൽ യോഗം ചേർന്ന് പ്രഖ്യാപിച്ചതൊക്കെ പഴയ കാലത്ത് ഞാൻ ഒരുപാട് വായിച്ചു കേൾപ്പിച്ചതാണ്. എന്നാൽ ഇപ്പൊ വായിക്കുന്നത് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. വഖദ് ലഅന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുബ്തദിഅ, ഇത്തരം പുത്തനാശയക്കാരെ അല്ലാഹുവിന്റെ റസൂൽ ലഅനത്ത് ചെയ്തിരിക്കുന്നു. നബി തങ്ങൾ എന്താ പറഞ്ഞത്? മൻ അഹദസ ഹദസൻ, വല്ലവനും ഒരു പുത്തനാശയക്കാരനായാൽ, ഇവർക്കൊക്കെ 100 പുത്തനാശയുണ്ട്, ഒറ്റ ഒരു പുത്തനാശയം ഉണ്ടായാൽ തന്നെ മൻ അഹദസ ഹദസൻ, ഒരു പുത്തനാശയം ഒരാൾക്കുണ്ടായാൽ, പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകണമെന്ന് തന്നെ പുത്തനാശയാണ്. അല്ലാഹുവിന്റെ റസൂൽ വീടാണ് ഖൈർ എന്ന് പറയാ, അല്ല പള്ളിയാണ് ഖൈർ എന്ന് വേറൊരുത്തം പറഞ്ഞാൽ അത് പുത്തനാശയമാണ്. അതുപോലെ സുബ്ഹാനല്ലാഹ് തവസ്സുലും ഇസ്തിഗാസയും ചെയ്താൽ അവൻ മുശ്രിക്കാണ്, കാഫിറാണെന്ന് പറഞ്ഞിട്ട് മുഖ്യധാരാ മുസ്ലിമീങ്ങളെ ഇസ്ലാമിന്റെ പുറത്തുള്ള കാഫിറാണ് എന്ന് പറയുന്നത് പുത്തനാശയമാണ്. അത്തരത്തിലുള്ള 100 പുത്തനാശയങ്ങളല്ല ഉള്ളത് ഈ കക്ഷികൾക്കൊക്കെ. നബിതങ്ങൾ
പറഞ്ഞ ഒരു പുത്തനാശയം ഉണ്ടായാൽ തന്നെ അല്ലെങ്കിൽ ഒരു പുത്തനാശയക്കാരന് ഒരാൾ കൂട്ടിപ്പിടിച്ചാൽ അവന് സഹായം ചെയ്തു കൊടുത്താൽ, അവനെ കൂട്ടിപ്പിടിച്ചാൽ പുത്തനാശയക്കാരനുണ്ട്, അവനെ കൂട്ടിപ്പിടിച്ചവനുമുണ്ട്. അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്, വൽ മലായിക മലക്കുകളുടെ ലഅനത്തുണ്ട്, വന്നാസി അജ്മഈൻ സർവ്വ നല്ല മനുഷ്യന്മാരുടെ ലഅനത്തുമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെന്ന് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കിതാബുൽ മുന്യത്തിന്റെ 80ാമത്തെ പേജിൽ രേഖപ്പെടുത്തുകയാണ്. ഈ ഹദീസ് റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് ബുഖാരിയിൽ ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്. ഇരിക്കട്ടെ, ഇനിയും പറയാണ് വലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫ വൽ അദ്ൽ. അങ്ങനെ പുത്തൻവാദിയുടെയും പുത്തൻവാദിയെ കൂട്ടുപിടിക്കുന്നവന്റെയും ഒരൊറ്റ സർഫും അതിലും അല്ലാഹു സ്വീകരിക്കില്ല. എന്താണ് സർഫ്, അതിന്റെ അർത്ഥമെന്ന് മുഹീദ്ദീൻ ശൈഖ് നിങ്ങൾ വിവരിക്കുകയാണ്. യഅനി ബിസ്സർഫി, സർഫ് എന്ന് പറഞ്ഞാൽ അൽ ഫരീള, ഫർളായ അമൽ അല്ലാഹു സ്വീകരിക്കൂല. ഒരു ജുമയും ഒരു നിസ്കാരവും ഒരു നോമ്പും ഒരു സക്കാത്തും ഒന്നും സ്വീകരിക്കൂല. വബിൽ അദ്ലി, അദ്ൽ സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ അവിടുന്ന് പറഞ്ഞ നാഫില സുന്നത്തായ കാര്യങ്ങളും സ്വീകരിക്കൂല. സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തു പോയാൽ, സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തു പോയവർക്ക് അവരെ കൂട്ടിപ്പിടിച്ചാൽ അവരുടെ ഒരു ഫർളും ഒരു സുന്നത്തും അല്ലാഹു സ്വീകരിക്കൂല എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അത് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എടുത്തുദ്ധരിക്കുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവര് പറയാണ്, അതേ ഇദാ ഹദ്ദസ്ത റജുല ബിസ്സുന്ന, ഹദീസിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ നമ്മൾ പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, ഇന്നീ ലസ്തു മിസ്ലക്കും. ആ വാതിലൊക്കെ തുറന്നളവനെ എല്ലാവരും കുറച്ച് മുന്നോട്ട് എല്ലാവരും അധികം പറയാൻ മുന്നോട്ട്. ഇന്നീ ലസ്തു മിസ്ലക്കും, നിശ്ചയം ഞാൻ നിങ്ങളെ പോലെയല്ല. ഇന്നീ ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയും അല്ല എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഉണ്ട്. പക്ഷേ ആ ഹദീസ് ജമാഅത്ത് ഇസ്ലാമി സ്വീകരിക്കൂല, മുജാഹിദ് സ്വീകരിക്കൂല. ബുഖാരിയിലെ ഹദീസാണ്, പക്ഷേ അവരത് സ്വീകരിക്കൂല. അവർ ഖുർആൻ ഓതിയിട്ട് അർത്ഥം മാറ്റി പറയാണ്, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും എന്ന ആയത്ത് ഓതിയിട്ട് പ്രബോധനം തന്നെ പറയുന്നു. ഖുർആൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ് എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. ശുദ്ധമായ ദുർവ്യാഖ്യാനമാണത്. ഖുൽ പറയൂ നബിയേ, ഇന്നമാ അന ബശർ, ഞാൻ നിശ്ചയമായും മനുഷ്യൻ മാത്രമാണ്. ജിന്നല്ല, മലക്കല്ല, ദൈവമല്ല, ദൈവപുത്രനല്ല, അങ്ങനെ ഒന്നുമല്ല. ഞാൻ മനുഷ്യൻ മാത്രമാണ്. മിസ്ലുക്കും, നിങ്ങൾ മനുഷ്യരായതുപോലെ. നിങ്ങൾ ജിന്നല്ലല്ലോ, നിങ്ങൾ മലക്കല്ലല്ലോ. ഇതാണ് ആയത്തിന്റെ അർത്ഥം. അല്ല നിങ്ങളെപ്പോലത്തെ മനുഷ്യനാണ് എന്നല്ല. ഇത് ആയത്തിന്റെ അർത്ഥം മാറ്റിയിട്ട് അള്ളാന്റെ റസൂൽ ഇന്നീ ലസ്തു മിസ്ലക്കും, ഞാൻ നിങ്ങളെപ്പോലെ അല്ല എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ടായിട്ട് ഹദീസ് വലിച്ചൊരു ഏറ് കൊടുത്തു. എന്നിട്ട് ഖുർആൻ പറയാണ് പ്രബോധനം. അതാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. നീ ഒരാളോട് അബൂ അയ്യൂബ് സിജിസ്താനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ഒരാളോട് ഹദീസ് പറയുമ്പോ ഫഖാല, അയാൾ പറയാ ദഅന മിൻ ഹാദാ, ഹദീസ് അവിടെ കിടക്കട്ടെ, വഹദീസ്നാ ബിമാ ഫിൽ ഖുർആൻ, ഖുർആനിലുള്ളത് പറ എന്ന് പറഞ്ഞാൽ ഫഅലം അന്നഹു ളാല്ലുൻ, നീ ഉറപ്പിച്ചോളണം അവൻ പിഴച്ചു പോയവനാണ്, ഹദീസ് സ്വീകരിക്കൂല എന്ന് പറഞ്ഞിട്ട് ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നവൻ പിഴച്ചു പോയവനാണ് എന്ന് മഹാന്മാരായ ഇമാമികളുടെ വാക്കെടുത്ത് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. അതിൽ മഹാനവറുകൾ വളരെ വിശദീകരിച്ചിട്ട് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞത് കാണാം, ഫഅലൽ മുഅ്മിനി, ഈമാനുള്ളവൻ ശ്രദ്ധിച്ചോളണം. അവൻ എന്താ വേണ്ടത്? അവൻ മുറുകെ പിടിക്കണം. ഇത്തിബാഉ സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിക്കണം, സുന്നത്ത് ജമാഅത്ത് ഫോളോ ചെയ്യണം. ഫസുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്സുന്നത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയമാണ്. അതേ വൽ ജമാഅത്തു മത്തഫഖ അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖിലാഫത്തിൽ അയിമ്മത്തിൽ അർബഅത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീന റഹ്മത്തുള്ളാഹി അലൈഹിം അജ്മഈൻ. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിന്റെ കൂട്ടായ്മ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വീണ്ടും പറയാണ്, അതിന്റെ പുറമെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് പഠിപ്പിച്ച ആശയം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബഹജത്തുൻ നുഫൂസ് എന്ന ഗ്രന്ഥത്തിൽ ബുഖാരിയുടെ ശറഹിൽ അബൂ ജംറത്തുൽ ഉൻദുരുസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. സ്ത്രീകൾ പള്ളിയിലേക്ക് ജുമാ ജമാഅത്തിന് പോകുന്ന പരിപാടി പൂർണ്ണമായും വിരോധിച്ചത് സഹാബത്തിന്റെ കാലഘട്ടത്തിലാണ്. സഹാബത്ത് പഠിപ്പിച്ചതാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം. ആ സഹാബത്ത് 20 റക്അത്ത് തറാവീഹാണ് നടപ്പാക്കിയത്. അത് സഹാബത്ത് പഠിപ്പിച്ചതാണ്. ജുമഅയുടെ 2 ബാങ്ക് സഹാബത്ത് പഠിപ്പിച്ചതാണ്. അതൊക്കെ ധാരാളം സഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. ആ സഹാബത്തിനെ എല്ലാം പിഴച്ചവരായി ചിത്രീകരിച്ച് പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾ. ഞാനൊരു കാര്യം പറയണേ, ഞാൻ കുറ്റ്യാടിയിൽ വെച്ചാണ് സംസാരിക്കുന്നത്. ആ നല്ല ബോധം എനിക്കുണ്ട്. ഞാനിവിടെ വരുമ്പോ ഇങ്ങനെയൊന്നുമല്ലല്ലോ. ഇതിന്റെ പരിസരങ്ങളിൽ 11 സ്ഥലങ്ങളിൽ സുന്നത്ത് ജമാഅത്തിന്റെ മദ്രസയില്ല, സുന്നത്ത് ജമാഅത്തിന്റെ പള്ളിയില്ല. അൽഹംദുലില്ലാഹ് ആദ്യമായി നമ്മൾ നിർമ്മിച്ച പള്ളിയാണ് ഈ പള്ളി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന് സഹായിച്ചവർക്കും പ്രവർത്തിച്ചവർക്കും അതേപോലെ ഇത് ഉദ്ഘാടനം ചെയ്തു തന്ന താജുൽ ഉലമകൾക്കടക്കം എല്ലാവർക്കും സ്വർഗ്ഗം നൽകുമാറാകട്ടെ. താജുൽ ഉലമയെ അനുസ്മരിക്കുന്ന സദസ്സാണല്ലോ നമ്മളുടെ. ഇപ്പോൾ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും പള്ളിയും മദ്രസയൊക്കെ വന്നു. എല്ലാ പള്ളിയിലും സ്ഥലമില്ലാത്ത പ്രശ്നമാണ്, മദ്രസയിൽ സ്ഥലമില്ലാത്ത പ്രശ്നമാണ്. എങ്ങനെയാണ് ഇവിടെ സുന്നത്ത് ജമാഅത്തുകാരായത്? ഈ പറഞ്ഞതുപോലുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെയും മുജാഹിദിന്റെയും ഒക്കെ തെറ്റായ ആശയങ്ങൾ കൃത്യമായി അവരുടെ പുസ്തകം വായിച്ച് മനസ്സിലാക്കി കൊടുത്ത് ഖുർആനും ഹദീസും ഉദ്ധരിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം ജനഹൃദയങ്ങളിൽ ഉറപ്പിച്ചിട്ടാണ്. അല്ലാതെ ആരെയും പൈസ കൊടുത്ത് വാങ്ങിയൊന്നുമല്ല. അതേപോലെ തന്നെ ആരെയും നമ്മൾ പീഡിപ്പിച്ചതുമല്ല പ്രീണിപ്പിച്ചതുമല്ല, ഒന്നുമല്ല. വിഷയം പറഞ്ഞു കൊടുത്തിട്ടാണ്. അതുകൊണ്ട് തെറ്റിദ്ധരിച്ചു പോകരുത്. ജമാഅത്ത് ഇസ്ലാമി ശരിയാണെന്ന് വിചാരിച്ച് പെട്ടുപോയ സാധാരണക്കാരുണ്ടാവും, മുജാഹിദ് ശരിയാണെന്ന് വിചാരിച്ച് പെട്ടുപോയ സാധാരണക്കാരുണ്ടാവും. അവരെ കുറിച്ചാണ് ഞാൻ പറയുന്നതെന്ന് തെറ്റിദ്ധരിക്കരുത്. അവർക്ക് ഒരാൾക്ക് രോഗം ഉണ്ടായാൽ ആ രോഗം ഇന്നതാണ്, അതിന്റെ മരുന്ന് ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കൽ ഡോക്ടറുടെ ഉത്തരവാദിത്തമാണ്. ഡോക്ടർ പറയുമ്പോ ഇയാൾ എന്റെ വിരോധിയാണ് എന്ന് വിചാരിക്കരുത്. നേരെ മറ്റ് രോഗാണുക്കളുണ്ട്. രോഗാണുക്കള്, ആ രോഗാണുക്കളാണ് എല്ലാ നാശം ഉണ്ടാക്കുന്നത്. ഇവരുടെ നേതാക്കളായ മൗലവിമാരാണ് ഈ പിഴച്ച ആശയങ്ങൾ മുഴുവനും മുസ്ലിം സമുദായത്തിന്റെ ഹൃദയത്തിൽ കുത്തിവെക്കുന്നത്. അവർക്കൊന്നിലും വിശ്വാസമില്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ അർത്ഥം. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെയും അംഗീകരിക്കുന്നവരാണ് സുന്നത്ത് ജമാഅത്ത്. ശേഷം മഹാനായ മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പറയാൻ, മൂമിനായ മനുഷ്യൻ എന്ത് വേണം? അവൻ അത് പിന്തുടരണം. വല്ലാ യുകാദിറ അഹ്ലൽ ബിദഈ. സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള ആളുകൾക്ക് വർധനവുണ്ടാകുന്ന ഒരു പരിപാടി ഉണ്ടാകുന്നുണ്ട്. ചില ആളുകളുണ്ട്, എന്തേ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തു പോയവർ. ആ പുറത്തുപോയ ആളുകളുടെ ക്ലിപ്പുകൾ ഇങ്ങനെ ഫോർവേഡ് ചെയ്യുന്ന കുറെ ആൾക്കാർ. ചിലപ്പോൾ സുന്നത്ത് ജമാഅത്ത് പുറത്തുപോയ പല സാധനമുണ്ട്. ഒന്നും രണ്ടൊന്നല്ല, വെറും മുജാഹിദും ജമാഅത്ത് ഇസ്ലാമി മാത്രമൊന്നുമല്ല. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം സാധനങ്ങളുടെ ഈ വ്യാജ തരീഖത്തുകാർ അതിനേക്കാളും പേച്ചുപോയ ടീം. അങ്ങനെ പേച്ചുപോയ ടീം ഞാൻ 2 ദിവസം മുമ്പ് ഒരു സ്ഥലത്ത് പ്രസംഗിക്ക് പറഞ്ഞിരുന്നു, സമസ്ത കേരള ജമാഅത്തിൽ ഒരൊറ്റ കുട്ടീനെ പുറത്താക്കലില്ല. പിന്നെ പുറത്ത് പോയാൽ എന്ത് ചെയ്യും? പുറത്തു പോയി എന്ന് പ്രഖ്യാപിക്കും. അതിന് നമ്മൾ പുറത്താക്കിയെന്ന് നമ്മൾ സാധാരണയായിട്ട് എന്ത് ചെയ്യും? പറയും. യഥാർത്ഥ പുറത്താക്കുകയല്ല, പുറത്ത് പോവുകയാണ്. പുറത്ത് പോയാൽ നമ്മൾ പ്രഖ്യാപിക്കും പുറത്തു പോയി. ഏതുപോലെ ഇമാമിയങ്ങൾ പ്രഖ്യാപിക്കും അത് ഹലാലാണ്. അതിനെപ്പറ്റി നമ്മൾ ഹറാമിനെ പറ്റി ഹലാലാക്കിയതാ അല്ല, ഹലാലാണ് എന്ന് പ്രഖ്യാപിച്ചു എന്നതിന്റെ അർത്ഥം. ഇതുപോലെ തന്നെ സഹഹൽ ഇമാം നവവി ഇമാം സഹീ ആക്കിയെന്ന് പറയും. സഹീ അല്ലാത്തതിനെ സഹീ ആക്കുകയല്ല, മറിച്ച് സഹീഹാന്ന് പ്രഖ്യാപിച്ചു എന്നതിന്റെ അർത്ഥം. ഇതുപോലെ പുറത്തു പോയി എന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഈ പുറത്താക്കി അല്ലാതെ ആരെയും പിടിച്ച് പുറത്താക്കലൊന്നുമില്ല. അങ്ങനെ പുറത്താക്കുന്ന പരിപാടിയില്ല. അതേസമയം അങ്ങനെ പുറത്തുപോയ ചിലരും പിഴച്ചുപോയ ആളുകൾ അവര് പല തെറ്റുകളും ഇങ്ങനെ പറഞ്ഞു നടക്കും. അതൊക്കെ ഇങ്ങനെ ക്ലിപ്പാക്കിയിട്ട് എല്ലാവർക്കും വിട്ടുകൊടുക്കുകയും ഫോർവേഡ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അവർ വളരെ ശ്രദ്ധിച്ചോളണം. അതേതെങ്കിലും ഒരു കേട്ട് പിഴച്ചു പോയാൽ നീ അതിന്റെ ഉത്തരവാദിയാകും, അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും. ഒരിക്കലും പിഴച്ച ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ പാടില്ല. അത്തരം പിഴച്ച ആശയങ്ങൾ പറയുന്ന സ്ഥലത്ത് പോയി നിൽക്കാൻ പാടില്ല. എനിക്ക് നാളെ വലിയ സങ്കടം തോന്നി. യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ പ്രസംഗിക്കുന്ന ഒരു സദസ്സ്. ആ സദസ്സിൽ തൊപ്പി വിട്ടിട്ട് തലയെക്കെട്ടും കെട്ടിയിട്ട് വെള്ളക്കുപ്പായ ഇട്ടിട്ട് ചില കുട്ടികൾ പോയി നിൽക്കില്ല. നമ്മളെ മുത്തലിമിങ്ങളൊന്നുമല്ല. ആ പോയി നിന്ന് മുത്തലിമും ആയിരിക്കൂല, ചിലപ്പോ അവര് തന്നെ മുത്തലിമിന്റെ വേഷത്തെ കൊണ്ടുവന്നായിരിക്കും. എന്തോ ആകട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. ഒരിക്കലും തന്നെ ഒരു കുഷ്ഠരോഗിയുമായി അടുക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്തേ? കുഷ്ഠരോഗം പകരാതിരിക്കാനാ.
അത് റസൂലുള്ളാഹിന്റെ റഹ്മത്താണ്. ഇതുപോലെ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു, ഇമാം നവവി റളിയല്ലാഹു അൻഹു, ലോകത്തുള്ള എല്ലാ ഇമാമികളും പറഞ്ഞു സുന്നത്ത് ജമാഅത്തുകാരല്ലാത്തവരുടെ പുസ്തകം വായിക്കണ്ട, അവരെ പ്രസംഗം കേൾക്കണ്ട, അവരെ സദസ്സ് പങ്കെടുക്കണ്ട. എന്താ കാരണം? നമ്മളെ ഈമാൻ ഉൾപ്പെട്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പൊ തന്നെ പ്രബോധനം പറഞ്ഞ ന്യായം കണ്ടില്ലേ നിങ്ങൾ? ആ പ്രബോധനം വായിച്ചാൽ തങ്ങന്മാർക്ക് ഒരു ബഹുമാനം ഇല്ലാന്ന് തോന്നൂലേ ആൾക്കാർക്ക്? അതൊക്കെ ജാഹിലിയത്താണെന്ന് തോന്നൂലേ? ഇതുണ്ടോ? കിതാബോധി പഠിക്കാത്ത സാധാരണക്കാർക്കുണ്ടോ ഒരു യാഥാർത്ഥ്യം മനസ്സിലാവുന്നു? അതുകൊണ്ടാണ് അവരുടെ പുസ്തകങ്ങൾ വായിക്കരുത്, അവരുമായി ബന്ധപ്പെടുന്ന. അതാണ് മഹാനായ മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പറയാണ്, സുന്നത്തി ജമാഅത്തിന്റെ പുറത്തുള്ള ആളുകൾക്ക് വർധനമുണ്ടാക്കുന്ന ഒരു പരിപാടിയും ചെയ്യാൻ പാടില്ല. അവരുമായിട്ട് അങ്ങനെ അവർക്കൊരു രംഗത്ത് വരാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. വലാ യുദാനിയഹും, അവരുമായി അടുക്കാൻ പാടില്ല, അവരുമായി അടുക്കാൻ പാടില്ല. വലാ യുസല്ലിമു അലൈഹിം, അവർക്ക് നിങ്ങൾ സലാം തന്നെ പറയേണ്ടതില്ല. കാരണം അതിന് ശേഷം മഹാനവർ കാരണം പറയുന്നില്ല, അന്ന ഇമാമന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, മഹാനവർ പറയുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഖാല പറഞ്ഞു, മൻ സല്ലമ അലാ സാഹിബി ബിദ്അത്തിൻ ഫഖദ് അഹബ്ബ, ഒരു ബിദ്അത്തുകാരന് സലാം പറഞ്ഞാൽ അവനെ സ്നേഹിച്ചവനായി അവൻ. ലിഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞില്ലേ, അഫ്സുസ്സലാമ ബൈനക്കും തഹാബു, സലാമിനെ വ്യാപിപ്പിച്ചോളൂ, അപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കലാവുന്ന പറഞ്ഞില്ലേ? അപ്പൊ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്നവരോട് സ്നേഹം പ്രകടിപ്പിക്കാവൂ. അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പോലത്തെ മനുഷ്യനാണെന്ന് പറയുമ്പോൾ അയാളോട് അസ്സലാമു അലൈക്കും എന്നാ പറയണ്ടേ? അതേ നബി സല്ലല്ലാഹുവിന്റെ ശരീരം മണ്ണിന്ന് ജീർണിച്ച് നശിച്ചുപോയി എന്ന് അറിയാം മൗലവി. അസ്സലാമു അലൈക്കും അയാളോട് പറയേണ്ടി ഇന്നാലില്ലാതെ പറയാൻ പറ്റും. ഇത്ര വലിയ മുസീബത്തല്ലേ അവൻ പറഞ്ഞ അയാളോട് അസ്സലാമു അലൈക്കും എന്നാ പറയേണ്ടത്? ഓ സുഹൃത്തുക്കളെ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തരം താഴ്ത്തി പറയുന്നവർ, ബിദ്അത്തുകാർ, അവരുമായി സലാം പറയാൻ പാടില്ല. പിന്നെയും പറയാണ്, വലാ യുജാലിസഹും, അവരുടെ അടുക്കൽ പോയി ഇരിക്കാൻ പാടില്ല, അവരെ കൂട്ടത്തിൽ പോയി ഇരിക്കാൻ പാടില്ല. വലാ യഖ്റുബ മിൻഹും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവർ ബസ് കയറുമ്പോൾ നമ്മളെ ബസ് കയറണ്ടെന്നല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല, നമ്മൾ ബസ്സിൽ അവരുടെ സീറ്റിൽ ഇരിക്കുകയാണ് നമ്മൾ നിൽക്കണമെന്നല്ല, മറിച്ച് അവരുമായി നല്ല ബന്ധത്തിൽ കൂടിയിരിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. നേരെ മറിച്ച് അവരായിട്ട് വാദപ്രയോഗം നടത്തുകയാണെങ്കിൽ നമ്മൾ സ്റ്റേജ് തന്നെ കയറ്റിയിട്ട് ചിലപ്പോൾ വാദപ്രയോഗം നടത്തേണ്ടി വരും. അങ്ങനെ അവരെ അടുത്തിരുന്നില്ല എന്ന് ചോദിക്കാൻ പാടില്ല. പറയുന്നതിനൊക്കെ ഓരോന്നിനും അതിൻ്റെതായ അർത്ഥങ്ങളുണ്ട്. വലാ യുജാലിസഹും വലാ യഖ്റുബ മിൻഹും, അവരുമായി അടുപ്പം കാണിക്കാൻ പാടില്ല. വലാ യുഹന്നിഹും ഫിൽ അയ്യാദി വഔഖാതി സുറൂർ, സന്തോഷത്തിന്റെ സമയങ്ങളിലും പെരുന്നാളുകളിലും അവർക്ക് ആശംസ തന്നെ അർപ്പിക്കാൻ പാടില്ല. വലാ യുസല്ലിയ ഇദാ മാതു, അവർ മരിച്ചാൽ മറ്റുള്ളവർക്ക് മയ്യിത്ത് നിസ്കരിക്കുന്നത് പോലെ ബഹുമാനാദരവായി എല്ലാ പള്ളിയിലും മയ്യിത്ത് നിസ്കരിക്കുക, എല്ലാ സ്ഥലത്തുനിന്നും മയ്യിത്ത് നിസ്കരിക്കുക, അങ്ങനത്തെ പരിപാടി നടത്താൻ പാടില്ല. അവരെ ഫർള് വിടാൻ വേണ്ടി നിങ്ങൾ അവരുടെ ഫർള് വിടാൻ വേണ്ടി ആരെങ്കിലും മയ്യിത്ത് നിസ്കരിക്കണം, അവരോട് തന്നെ നിസ്കരിക്കൂലേ? നമ്മൾ പോയിട്ട് നിസ്കരിക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം നമ്മൾ മുശ്രിക്കീങ്ങളാണെന്നില്ല അവരുടെ വാദം. മുശ്രിക്കീങ്ങൾ നിസ്കരിച്ചിട്ട് എന്താ കാര്യം? നമ്മളൊക്കെ റസൂലുള്ളാഹിനെ വിളിച്ചവരുടെ മുശ്രിക്കായി പോയില്ലേ? മുശ്രിക്കീങ്ങൾ മയ്യിത്ത് നിസ്കരിച്ചാൽ അവർക്ക് വല്ല കാര്യമുണ്ടോ? വെറുതെ എന്തിനാണ് അവരുടെ മനസ്സിനെ മരിച്ചാളെ മനസ്സിനെ ഇഷ്ടപ്പെടൂലല്ലോ നമ്മൾ പോയി നിസ്കരിക്കുമ്പോൾ. നമ്മൾ ആരെങ്കിലും മരിച്ചിട്ട് സുബ്ഹാനല്ലാഹ് ഏതെങ്കിലും ഒരു കൃഷ്ണനോ കർണാടനോ ഒന്ന് മയ്യിത്ത് നിസ്കരിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ അവരുടെ ധാരണ എന്താണ്? മക്കാ മുശ്രിക്കീങ്ങളെ കാണാൻ പിഴച്ചു പോയ മുശ്രിക്കീങ്ങളാണെന്നില്ല നമ്മളെ പറ്റി വിശ്വാസം. അപ്പൊ പിന്നെ അവർക്ക് നമ്മൾ നിസ്കരിക്കേണ്ട ആവശ്യം എന്താണ്? അതാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, അതിന്റെ ആവശ്യമില്ല. പിന്നെയും മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയാണ്, വലാ യുതറഹമ അലൈഹിം ഇദാ ദുകിറു, അവരെ പറ്റി പറയുമ്പോൾ റഹ്മത്തുള്ളാഹി അലൈഹി ഒന്നും പറയണ്ട. ബൽ യുബൈഹും വയുആദിഹിം ഫില്ലാഹി അസ്സ വജൽ, പടച്ചവന്റെ പൊരുത്തം കരുതിയിട്ട് അവരുമായി അകന്നു നിന്നോളണം. അവർ ഈ ദീനിന്റെ എതിരാളികളാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവരോട് ആ എതിർപ്പോടുകൂടെ തന്നെ നിന്നോളണം. ഇവരുടെ ഈ തെറ്റായ ആശയം പിഴച്ചതാണ് എന്ന വിശ്വാസപ്രകാരം അകന്നു നിന്നോളണം. ഒരിക്കലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം മണ്ണിന്ന് ജീർണിച്ച് നശിച്ചുപോയി എന്ന് പറയുമ്പോൾ അവനായിട്ട് ഞാൻ അടുക്കണം, എന്റെ മകളെ കൊണ്ടുപോയിട്ട് അവന് കെട്ടിക്കണം, അവന്റെ മകളെ എനിക്ക് കെട്ടണം, ഇങ്ങനെയല്ലല്ലോ വിചാരിക്കേണ്ടത്. അള്ളാഹിന്റെ റസൂലിന്റെ ശഫാഅത്ത് കിട്ടണ്ടേ നമുക്ക്? അതുകൊണ്ട് തന്നെ അവരുമായി അകന്നു നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തരം താഴ്ത്തുന്ന അഹ്ലു ബിദ്അ ബിദ്അത്തുകാര് മുഹ്തസിബൻ ബിദാലിക സവാബൽ ജസീല വൽ അജ്റൽ കസീർ, വലിയ പ്രതിഫലം അല്ലാഹു അതിന്റെ പേരിൽ തരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം. അല്ലാതെ വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടിയോ വേറെ എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി ഒന്നും ആകരുത്. അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമായിരിക്കണം. ഈ ഉപദേശം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കിതാബുൽ ഗുന്യത്തിൽ പറയാണ്. അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. മാന്യ മുസ്ലിം സഹോദരന്മാരെ മനസ്സിലാക്കണം.